ഇന്നാണ് ഷംനയുടെ വിവാഹം. ഏറെ പ്രതീക്ഷയോടെയാണ് അവൾ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അവളുടെ മനസ്സിൽ ഒരുപാട് സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു. അതെ, തന്നെ വിവാഹം കഴിക്കുന്ന ഭർത്താവ് നല്ല ചുള്ളൻ ചെക്കനായിരിക്കണം, നല്ല ഫ്രീക്കനായിരിക്കണം. ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് മുടിയെല്ലാം വെട്ടി നല്ല രീതിയിൽ സിനിമയെല്ലാം കാണിച്ച് എന്നെ എല്ലായിടത്തേക്കും കറങ്ങാൻ കൊണ്ടുപോയി അങ്ങനെ അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്ന ആളാകണം എന്നൊക്കെ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു ഷംനക്ക്. അങ്ങനെയതാ അവളുടെ കല്യാണ ദിവസം വന്നെത്തി. മണവാളൻ നിക്കാഹ് കഴിഞ്ഞ് മഹറണിയിക്കുവാൻ അവളുടെ അടുത്തേക്ക് വന്നു. മഹറണിയിച്ച് കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. അങ്ങനെ അവൾ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയി. അവളുടെ കൂട്ടുകാരികളെല്ലാം അവളെ അവിടെ നിർത്തി യാത്ര പറഞ്ഞു. സലീമിൻ്റെ ജീവിതത്തിൽ അത് പുതിയൊരു അധ്യായം തുടങ്ങുകയാണ്. ഭാര്യയായി ഷംന സുന്ദരി പെണ്ണാണ്. ചുരുക്കി പറഞ്ഞാൽ സലീമും ഷംനയും കൂടി ദാമ്പത്യ ജീവിതം നയിച്ചു തുടങ്ങി. പക്ഷേ ഷംനക്ക് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട്, പ്രയാസം. കാര്യം മറ്റൊന്നുമല്ല, അവൾ റീൽസിൽ കണ്ട ചെക്കന്മാരെ പോലെയല്ല എൻ്റെ ഭർത്താവ്. അത് സ്നേഹം കൊണ്ട് പൊതിയുന്ന ഭർത്താവല്ല. എന്ന് വെച്ചാൽ പുറത്തുനിന്നൊക്കെ സ്നേഹം പ്രകടിപ്പിക്കണം, എല്ലാവരുടെ ഇടയിൽ നിന്നും ഒരുപാട് സ്നേഹം എനിക്ക് നൽകണം, അത് കിട്ടണം എന്നൊക്കെയാണ് അവൾ ആഗ്രഹിച്ചത്. പക്ഷേ സലീം അത്തരക്കാരനായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ സ്നേഹം ബെഡ്റൂമിൽ മാത്രമായിരുന്നു പ്രകടിപ്പിച്ചത്. പോരാത്തതിന് ഉമ്മയുടെയും പെങ്ങളുടെയൊക്കെ ഇടയിൽ നിന്ന് ഒരു പാകത്തിനുള്ള എല്ലാവരെയും പോലെ തന്നെ. പക്ഷേ അവൾ അങ്ങനെയല്ല ആഗ്രഹിച്ചത്. അതെ, നിങ്ങളെന്താ ഇങ്ങനെ? ഞാൻ ഇങ്ങനെയുള്ളൊരു ജീവിതമല്ല വിചാരിച്ചത്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ എൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനോ സെൽഫി എടുക്കാനൊന്നും നിൽക്കണ്ട. എനിക്ക് നിങ്ങളുടെ ഇഷ്ടമില്ല, നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ പോരാ, പിന്നെ വസ്ത്രധാരണ രീതി, പിന്നെ എന്താ ഒന്ന് ജിമ്മിനൊക്കെ ഒന്ന് പോയിട്ട് ബോഡിയൊക്കെ ഒന്ന് സെറ്റാക്കിക്കൂടെ? ആകെ മെലിഞ്ഞുണ്ടെങ്കിയാണല്ലോ നിങ്ങൾ നിൽക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സുകളെ കൂടെ ഫോട്ടോ കാണിച്ചു കൊടുക്കണതിന് എനിക്ക് മടിയാണ്, ഫ്രണ്ട്സുകളെ കൂടെയൊക്കെ ഇരിക്കുമ്പോൾ. കാരണം നിങ്ങൾ അത്രക്കും എനിക്കിഷ്ടമല്ല നിങ്ങളുടെ ഈ ഒരു രൂപം. ഒരു സ്റ്റാറ്റസ് ഇടാനും ഒരു സ്റ്റോറി ഇടാനൊന്നും നിങ്ങളെ കിട്ടൂല. എല്ലാവരും അവരുടെ ഹസ്ബൻഡിൻ്റെ കൂടെയൊക്കെ കഴുത്തിൽ കൈയിട്ടിട്ടും മുഖത്തോട് മുഖം ചേർത്തിട്ടും കൈ കോർത്തിട്ടും റീൽസിലൊക്കെ അഭിനയിച്ചിട്ടും അങ്ങനെയൊക്കെ അവരൊരുപാട്. എന്താ, എനിക്ക് അതൊന്നുമില്ല. ഞാൻ ആഗ്രഹിച്ച ജീവിതം ഇങ്ങനെയല്ലായിരുന്നു. ഞാനൊരു ഫ്രീക്കൻ ചെക്കൻ്റെ കൂടെ നല്ല അടിപൊളിയായിട്ട് പുറത്തേക്ക് സിനിമയെല്ലാം കാണാൻ പോകുക, കറങ്ങാൻ പോകുക. ഇതിപ്പോൾ എന്താ, എനിക്കിത് തീരെ ഇഷ്ടപ്പെട്ടില്ല, തീരെ. എന്തൊരു മുടിയാണിത്, ഇങ്ങനെയല്ല വേണ്ടത്. നല്ല ഫ്രീക്കനെ പോലെ മുടി വെട്ടിക്കൂടെ? നിങ്ങൾ എന്നെ നാണം കെടുത്തി. എനിക്ക് ശരിക്കും ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. അതൊന്നും നിറവേറ്റി തരാൻ നിങ്ങൾ കഴിയണില്ല. എന്താ നീ പറയുന്നത്? ഞാൻ നിനക്ക് ഇഷ്ടപ്പെട്ട ഫുഡും കാര്യങ്ങളും അതൊക്കെ ഞാൻ കൊണ്ടുവരുന്നുണ്ടല്ലോ, നമ്മൾ പല സ്ഥലത്തും പോകുന്നുണ്ടല്ലോ, പിന്നെ നീ എന്താണ് പറയുന്നത്? നിങ്ങളത്ര പോരാ, നിങ്ങൾ കാണാൻ തീരെ ലുക്കില്ല. എന്നാൽ അത് കേട്ട് സലീം ശരിക്കും സങ്കടപ്പെട്ടു. അത് ഷംന, ഞാൻ തടിയില്ലാത്തത് കൊണ്ടാണോ? എൻ്റെ ശരീരത്തിൻ്റെ ഷേപ്പ് ആദ്യമേ അങ്ങനെ തന്നെയാണ്. പിന്നെ ഒരുപാട് തടിയൊക്കെ എന്തിനാ? തടിയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പല അസുഖം വരും. ഇന്നെനിക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അസുഖം കാര്യങ്ങളൊന്നുമില്ല. എനിക്കെൻ്റെ ജോലി നല്ല രീതിയിൽ ചെയ്യാനും കഴിയുന്നുണ്ട്. പിന്നെ ഗൾഫിലേക്ക് ഞാൻ തിരിച്ചു പോകുവാണ്. പിന്നെ നിൻ്റെ കൂടെ ഇപ്പോൾ 4 മാസം നിന്നല്ലോ. 4 മാസം നിന്നെന്ന് വിചാരിച്ചിട്ടെന്താ? എനിക്ക് സത്യമാണ് നിങ്ങളുടെ ഒന്ന് മോഡേൺ ആയിക്കൂടെ? ഞാൻ ഇത്രമാത്രം മോഡലിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ തീരെ മോഡേൺ ഇല്ലാത്ത എനിക്ക് ഇഷ്ടമല്ല. ശരിക്കും സലീമിൻ്റെ മുഖത്ത് നോക്കി തന്നെ അവളത് പറഞ്ഞപ്പോൾ സലീം ആകെ സങ്കടപ്പെട്ടു പോയി. മോളെ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്താ, ഒന്നുമില്ല, മക്കളേതായാലും ഇല്ല, എന്നാൽ പിന്നെ കുറച്ച് ഭംഗിയെങ്കിലും ഉണ്ടെങ്കിൽ അതെങ്കിലും രസമായിരുന്നു. ഇതിപ്പോൾ അതുമില്ല, വല്ലാത്തൊരു. എന്തിനാ ഇങ്ങനെ? എന്നെന്തിനാ കല്യാണം കഴിച്ചത്? ഞാൻ അപ്പോൾ നിനക്ക് കാണാൻ വന്നപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നു എന്നെ വേണ്ടെന്നുള്ളത്. ഞാനപ്പോൾ ശരിക്കും കണ്ടിട്ടൊന്നുമില്ല. അപ്പോഴേക്കും ബാപ്പ ഉറപ്പിക്കുകയും ചെയ്തു. എന്താ മോളെ നീ ഇങ്ങനെ പറയുന്നത്? ഞാൻ പോവാണ് അടുത്ത ആഴ്ച. എൻ്റെ രൂപമാണോ നിനക്ക് വിഷമം? എന്താ ഞാൻ ചെയ്യേണ്ടത്? ഞാൻ എന്താ ഞാൻ ചെയ്യേണ്ടത് നീ പറ. അതെ, ഒന്ന് സ്മാർട്ടാണോ, ഒന്ന് ഉഷാറാണോ, ആളുകളുടെ ഇടയിലൊക്കെ നല്ല രീതിയിൽ ഒന്ന് സംസാരിക്കണം, നല്ലൊരു ഇമേജ് വേണം, കുറച്ച് ഫ്രീക്കൻ ലുക്ക് വേണം. എന്ത് നിങ്ങളുടെ രൂപം ആകെപ്പാടൊരു മെലിഞ്ഞൊട്ടി, എനിക്ക് ഇഷ്ടമില്ല നിങ്ങളെ. മോളെ, ഞാൻ ജോലിക്ക് പോവാണ് ഗൾഫിലേക്ക്. അവിടെ പോയാലും കഷ്ടപ്പാട് തന്നെയല്ലേ?
ജീവിതം രണ്ട് തലയും മുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു. എൻ്റെ ഉമ്മയും പെങ്ങന്മാരൊക്കെ ഉള്ള ഈ ഒരു വീട്ടിൽ ഞാനിങ്ങനെ എൻ്റെ ബോഡി മാത്രം സെറ്റാക്കി നടന്ന നിങ്ങൾക്ക് ജിമ്മിന് പോയിക്കൂടെ? ജിമ്മിനൊക്കെ ഇപ്പോൾ എന്നും പോക്കും നടക്കും തോന്നുന്നില്ല. അധ്വാനിച്ച് എൻ്റെ കുടുംബത്തെ പോറ്റണ്ടേ? ഇവിടുത്തെ ഏക ആൺതരിയല്ല ഞാൻ. വേറെ എനിക്ക് 2 പെങ്ങന്മാരാണ്, അവരെയും കൂടി കെട്ടിച്ച് വിടണം. ഓ, ഒക്കെ നിങ്ങൾ തലയിലാണല്ലോ. ബാപ്പ സുഖമില്ലാതിരിക്കുക നിനക്ക് അറിയില്ല പെണ്ണേ. ഈ വീട് തന്നെ എങ്ങനെയൊക്കെ ഒന്ന് സെറ്റാക്കി ഒരുക്കി കൂട്ടിയത് എങ്ങനെ നിനക്കറിയില്ലേ? ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പ്രവാസ ലോകത്തെ കാര്യം നിനക്കറിയില്ലേ? ആദ്യമേ പ്രവാസി വിവാഹം കഴിക്കേണ്ടായിരുന്നു. എൻ്റെ കഷ്ടകാലം, ഞാൻ ആഗ്രഹിച്ച സ്വപ്നം കണ്ട ജീവിതം എനിക്ക് കിട്ടിയില്ല. നീ പറഞ്ഞിട്ട് കാര്യമില്ല. അതെ ഇക്ക, ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. എന്താടി ഇക്ക? എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആളല്ല ഞാൻ വിചാരിച്ചത്. 5 വർഷമായി നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട്. ഇപ്പോഴും മക്കളുമില്ല, കുട്ടികളും അതേതായാലും ഇല്ല. ഏതായാലും നിങ്ങളെ കൂടെ എനിക്ക് തീരെ താല്പര്യമില്ല. എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ അവരുടെ സുന്ദരന്മാരായ ഭർത്താക്കന്മാരുടെ കൂടെ സ്റ്റോറി ഇടുന്നുണ്ട്, സെൽഫി ഇടുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. എനിക്കെന്താ നിങ്ങളെപ്പോലത്തെ ഒരു കോന്തൻ ഭർത്താവിനെ എനിക്ക് കിട്ടിയത്. ശരിക്കും അത് കേട്ടപ്പോൾ അവൻ്റെ മനസ്സൊന്ന് പിടഞ്ഞു. ഷംന, നീ എന്താ പറഞ്ഞത്? അതെങ്ങളൊരു മണ്ടനാണ്, എനിക്ക് വേണ്ട. നിങ്ങൾക്ക് തീരെ ലുക്കില്ല. അതുകൊണ്ടാണ് എൻ്റെ ജീവിതം എനിക്കതൊന്നും ആസ്വദിക്കാൻ. എല്ലാവരും ഇൻസ്റ്റയിലൊക്കെ അത് സ്റ്റോറിയൊക്കെ ഇടുന്നു, അവരെ ഹാപ്പി വെഡ്ഡിങ് അങ്ങനെയാണ്. എനിക്ക് മടിയാണ് നിങ്ങളെ ഫോട്ടോ തന്നെ സ്റ്റാറ്റസ് ഇടാനും ഷെയർ ചെയ്യാനും. ദയവായി. എന്താ ഷംന, ഞാൻ എന്താ വേണ്ടത്? നിനക്ക് വേണ്ടതെല്ലാം ഞാൻ വാങ്ങിച്ചു കൊണ്ടുവരുന്നില്ലേ? കുറേ സാധനം കിട്ടിയിട്ട് വലിയ കാര്യമുണ്ടോ? നിങ്ങളെ ലുക്ക് നോക്കി, നിങ്ങൾ കണ്ണാടിയിൽ ഞാനും നിങ്ങളും വലിയ ചേർച്ചയുണ്ടോ? എൻ്റെ ലുക്ക് നോക്കി, നിങ്ങളുടെ നോക്കി. ഞാൻ അത്യാവശ്യം തടിയും നല്ല പുഷ്ടിയൊക്കെ ഉള്ള ടൈപ്സാണ്. നിങ്ങളുടെ നോക്കി ഒരു എല്ലും കോലും എന്നെ എല്ലാവരും കളിയാക്കുന്നുണ്ട്. എന്താടി എൻ്റെ ഭർത്താവിന് കൊടുക്കാനുള്ളതും കൂടി ഈ ആണോ തിന്നണമെന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? പറയുന്നവരോട് പറയട്ടെ പെണ്ണെ, എനിക്ക് നിന്നെ അത്രയ്ക്ക് സ്നേഹമാണ്. എനിക്ക് എന്നെ ഇഷ്ടമാണ് മോളെ. അതെ അതെ, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമായിരിക്കും, പക്ഷെ എനിക്കങ്ങനെ ഇഷ്ടമില്ല. നീ എന്താടി അങ്ങനെയൊക്കെ പറയുന്നത്? നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ കുഞ്ഞുങ്ങളില്ല എന്നത് അത് പഠിച്ചോൻ തരുമ്പോഴല്ലേ നമുക്ക് ഉണ്ടാവുള്ളൂ. കുഞ്ഞുങ്ങളുണ്ടായാലും നിങ്ങളെ പോലുള്ള കുഞ്ഞുങ്ങളാണ് എനിക്ക് വേണ്ട. അവളുടെ വാക്ക് കേട്ട് അവൻ്റെ ഹൃദയം വല്ലാതെ അങ്ങ് പിടച്ചു. മോളെ ഷംന, നീ വിഷമിക്കണ്ട. നമുക്ക് ഇൻഷാ അല്ലാ അതൊക്കെ റെഡിയാകും. പിന്നെ എൻ്റെ തടിയുടെ രൂപത്തിൻ്റെ കാര്യം അതൊക്കെ ഞാനൊന്ന് തടിച്ചാൽ ശരിയാവുന്നേ. നിങ്ങളെ മുഖം ഒന്ന് നോക്കി, മുഖം ആകെ കവളും കൊണ്ട് ഒട്ടിപ്പിടിച്ച് എന്താന്ന് കാണാൻ പോലും പറ്റാത്ത. പിന്നെ ഞാൻ താടി ഉള്ളതുകൊണ്ട് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. കയ്യും കാലിലൊക്കെ ഒരു ഞാനെന്താ നിനക്ക് ഒരു ഭാരമായോ? അല്ല അപ്പം എന്താ, ഞാൻ പറയാം. ഞാൻ ഇൻഷാ അല്ലാ അടുത്ത പ്രാവശ്യം വരുമ്പോൾ എൻ്റെ മോളെ ഞാൻ നിന്നെ ഗൾഫ് കൊണ്ടുപോകും. അതിന് മുമ്പായിട്ട് വിസ അയച്ചു തരും ഞാൻ നിനക്ക് കേട്ടോ. നീ വിഷമിക്കല്ലേ. കുറേ ഗൾഫിൽ പോയിന്നാൽ നിങ്ങളെ കൂടെ തന്നെയല്ലേ നടക്കാനുള്ളത്. എനിക്കിഷ്ടമല്ല നിങ്ങളെ കൂട്ടത്തിൽ നടക്കുന്നത്. വാ നമുക്കൊന്ന് പുറത്ത് പോയി വരാം. ഞാനില്ല, വാടി, നിനക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒക്കെ വാങ്ങിത്തരാം. ഞാനിതിൽ അടുത്ത ആഴ്ച പോവില്ലേ? ഞാനില്ല എന്ന് പറഞ്ഞില്ലേ. വാ നമുക്ക് ഫുഡൊക്കെ കഴിച്ച് വരാം, ഒന്ന് പുറത്ത് പോയിട്ട്. ഇവർക്ക് പാർസലും കൊണ്ടുവരാം. അപ്പോഴും ഉമ്മയ്ക്കും പെങ്ങന്മാർക്കും ആയിരിക്കും. അല്ല, നിനക്കും നമുക്ക് വാങ്ങി കഴിച്ചതിൻ്റെ ശേഷം ഇവർക്ക് കുറച്ച് പാർസലും കൊണ്ടുവരാം. ഞാനില്ല. എല്ലാവരും ചോദിക്കും ഇതേതാ കോന്തെന്ന്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലേ പിന്നെ ഞാൻ, എന്നാൽ അത് പറയുമ്പോൾ അവൻ്റെ മനസ്സ് വല്ലാതെ എങ്ങനെ വിങ്ങിപ്പൊട്ടി. ഷംന, നമ്മൾ ആരെയും കളിയാക്കാൻ പാടില്ല. നമുക്ക് പഠിച്ചോനെ ഒരു രൂപം തന്നിട്ടുണ്ടാവും. നമ്മൾ അതൊരിക്കലും അങ്ങനെ രസമില്ല അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒക്കെ പഠിച്ചോൻ തരുന്നതല്ലേ. അതെ, ഞാൻ ആഗ്രഹിച്ച രീതിയിലുള്ള പുരുഷനല്ല എനിക്ക് കിട്ടിയത്. തികച്ചും മാറ്റമുള്ള, എനിക്ക് തീരെ യോജിക്കാത്ത ആളാണ് കിട്ടിയത്. ഒന്ന് പോയി തരുമോ എൻ്റെ മുമ്പിൽ നിന്ന്? അവളുടെ വാക്ക് കേട്ട് സലീമിൻ്റെ മനസ്സ് വല്ലാതെ അങ്ങ് വേദനിച്ചു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അപ്പോൾ ഷംന, നീ പോരുന്നില്ലേ? നമുക്ക് ഫുഡൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ എടുത്ത്. വേണ്ട, നിങ്ങളുടെ കൂടെ ഞാൻ വരുന്നില്ല. എനിക്കൊന്നും വേണ്ട. നിങ്ങളെ കൂടെ ഇതാരാ ചോദിക്കും. ഞാൻ പിന്നെ വർത്താനം പറഞ്ഞ് മടുക്കും. ഞാൻ ഒരിക്കലും പറഞ്ഞു ഞങ്ങൾ ഡ്രൈവറാണെന്ന്. അത് സാരമില്ല, ഇന്നും ഡ്രൈവറാണെന്ന് പറഞ്ഞോ, കുഴപ്പമില്ല. വാ നീ പോര്. അങ്ങനെ അത് അവളെയും കൂട്ടി അവൻ ഷോപ്പിങ്ങിന് പോയി. കാറിൻ്റെ ഫ്രണ്ടിലെ സീറ്റിൽ പോലും അവൾ ഇരുന്നില്ല. കാര്യം എല്ലാവരും ചോദിക്കും ഇതാരാണെന്ന്. അപ്പോൾ ഡ്രൈവറാണെന്നാണ് അവൾ പറയാറുള്ളത്. ഒരിക്കലും തൻ്റെ ഭർത്താവാണെന്ന് പറഞ്ഞില്ല. അവൾ നല്ല വിലപിടിപ്പുള്ള ചുരിദാറെല്ലാം എടുത്തു, ഫാൻസിയും എടുത്തു. അതിനിടയിൽ അവളെ ഒരു ഫ്രണ്ട് കണ്ടു. എടി, ഇതാരാ? നിൻ്റെ ചെക്കനാണോ? നീ ഒന്ന് പോടാ, അതെൻ്റെ ഡ്രൈവറാണ്.
ഓ അങ്ങനെ സോറി കേട്ടോ, ഞാൻ കരുതി നിനക്ക് ഡ്രസ്സ് എടുത്ത് തരുന്നുണ്ട്, നിനക്കെല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ട്. അതപ്പോൾ പോടാ, എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലാണ്, അത് എൻ്റെ ഡ്രൈവറാണ്. ഓ അങ്ങനെ സോറി. അല്ല എന്താ സുഖല്ലേ നിനക്ക്? നിൻ്റെ ഹസ്ബൻഡ് ഗൾഫിലൊക്കെ ആയിട്ട് നീ എന്താ ഇങ്ങനെ, നിന്നെ വല്ല പുറത്തൊന്നും കാണുന്നില്ലല്ലോ. ആ ഗൾഫിലൊക്കെ ആയതുകൊണ്ടായിരിക്കും. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, സുന്ദരി ആയിട്ടുണ്ട്. എടാ പിന്നുണ്ടല്ലോ, എൻ്റെ ഭർത്താവുമായി വൈകാതെ ഞാൻ ഡൈവോഴ്സ് ആവും. എന്തിന്? ആ പാവം നിനക്ക് വേണ്ടിയിട്ടല്ലേ മണലാരണ്യത്തിലേക്ക് കഷ്ടപ്പെടാൻ വേണ്ടി പോയത്. എന്താടി അങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കിഷ്ടമല്ല എൻ്റെ ഭർത്താവിനെ, ഞാൻ ഡൈവോഴ്സ് ആവണം. എടി പെണ്ണെ, എന്നിട്ടിപ്പോൾ നീ ഡ്രൈവറെ കൂടെയാണ് നടക്കുന്നത്? അങ്ങനെയല്ല, വൈകാതെ നീ അത് കേൾക്കും, നോക്കിക്കോ. എന്നാ എൻ്റെ നമ്പറൊന്നും എൻ്റെ അടുത്തില്ല, കൊണ്ടാ. ഏതായാലും സംസാരിച്ചിരിക്കാമല്ലോ, ഏതായാലും ഡൈവോഴ്സ് ആകല്ലേ നീ. അവർ രണ്ടുപേരും അതാ നമ്പർ കൈമാറി. പിന്നെ ഇതിലേക്കൊന്ന് വിളിച്ചാൽ മതി. ഓക്കേടാ. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ ഷംന, ഇനി എന്തെങ്കിലും എടുക്കാണ്ട് മോളെ എന്ന് പറഞ്ഞിട്ട് അതാ അവളുടെ തോളിൽ അയാൾ വന്ന് കൈവെക്കുന്നു. ഭർത്താവ് സലീം. കൈയെടുക്ക്, ആളുകൾ കാണും. നിങ്ങൾ എൻ്റെ തോളിൽ കൈയിട്ടാൽ നിങ്ങൾ എൻ്റെ ഭർത്താവ് എന്ന് വിചാരിക്കൂലേ? കൈയെടുക്ക്. അതെ, വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും എല്ലാം വാങ്ങിക്കൊടുത്തു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു സമീപനം അവൾക്ക് ഇഷ്ടപ്പെട്ടതേയില്ല. അതെ, ഒന്ന് മാറി തരിട്ടോ, ഇന്നിങ്ങനെ തൊട്ടുരുമി നടക്കല്ലേ. ഷംന മോളെ, ഇനി എന്താ വേണ്ടത്? ഇനിയൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഒന്ന് വിട്ടു നടന്നോളി, ഇങ്ങനെ മുട്ടിരുമി നടക്കാനിപ്പോൾ എന്താ ഇത്? അങ്ങനെ അതാ അവർ ബില്ലെല്ലാം അടച്ച് നേരെ ഫുഡ് കഴിക്കുവാൻ വേണ്ടി ഹോട്ടലിൽ കയറി. ഷംന, നിനക്ക് എന്ത് ഫുഡാണ് വേണ്ടത്? അതെ, നിങ്ങൾ അപ്പുറത്തെ ടേബിളിൽ ഇരുന്നോളി, ഞാൻ ഇവിടെ ഇരിക്കാം. ആളുകൾ കണ്ടാലേ ഇത് ചോദിക്കും ഓരോന്നിങ്ങനെ. പക്ഷേ അവൻ്റെ മനസ്സിൽ, ഷംന നീ എൻ്റെ പെണ്ണല്ലേ, ഞാനും നീ ഒരുമിച്ചിലിരിക്കേണ്ടത്. കാര്യമൊക്കെ ശരി തന്നെ, പക്ഷെ നിങ്ങൾ രൂപം ഭാവം കണ്ടിട്ട് എല്ലാവരും എന്നെ കളിയാക്കുകയാണ്. എല്ലാവരും പറയും ഇതാടി നത്തോലി, എൻ്റെ ഭർത്താവ് ഇതാണോ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ സലീം അല്പം മാറി നിന്നു. സലീമിന് വല്ലാത്ത വിഷമായത്. ആയിക്കോട്ടെടി, സാരല്ല, ഞാൻ ഇങ്ങോട്ടിരുന്നോളാം. അവൻ കണ്ണീരോടെ അവിടേക്കിരുന്നു. പക്ഷെ അവൻ ആ ഭക്ഷണം ഇറക്കുവാൻ പോലും കഴിയുന്നില്ലായിരുന്നു. അവൻ്റെ കണ്ണീര് കൊണ്ട് അവന് അതിൻ്റെ ടേസ്റ്റ് ആസ്വദിക്കുവാനോ കഴിക്കുവാനോ കഴിയുന്നില്ല. എന്നാൽ അവൾ നല്ല രീതിയിൽ അടിച്ചു കയറ്റി കഴിക്കുന്നുണ്ട്. അതിനിടയിൽ അതാ അവൾ ഒരു മെസ്സേജ് അയച്ചു ആ നമ്പറിലേക്ക്. ഹായ്, ഫുഡ് കഴിക്കാൻ പോരുന്നോ എന്നുള്ള രീതിയിൽ. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അവൾ ലൊക്കേഷൻ വിട്ടതിനനുസരിച്ച് അവൻ അങ്ങോട്ട് കയറി വന്നു. ആ ഇതാര്, ഷംനയോ? ഇരിക്കേ. ആ ഇരിക്കടാ. എന്ത് നിനക്ക് നീ ഫുഡ് വേണോ? അതെ, ഇവനക്കൊരു ഫുഡ് ഓർഡർ ചെയ്ത് കൊടുത്തേ. എന്താ വേണ്ടത്? സലീം ചോദിച്ചു. ഇതെൻ്റെ ഫ്രണ്ടാണേ, എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഫുഡ് എന്തെങ്കിലും ഓർഡർ ചെയ്ത് നിനക്ക് എന്താണ് വേണ്ടത്? മന്തി വേണോ? ബർഗർ, സാൻഡ്വിച്ച്, എന്ത് വേണ്ടത്? എനിക്ക് കാര്യമായിട്ടൊന്നും വേണ്ട, ഒരു ചെറിയ ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ മതി. നീ കഴിക്കടാ. അത് ശരിക്കും അവനെ നല്ല രീതിയിൽ കഴിപ്പിക്കുന്നു. അവനെ അവളുടെ മുമ്പിൽ തന്നെ ഇരുത്തിയിരിക്കുന്നു. എന്നാൽ സലീമിന് അത് കണ്ടപ്പോൾ വല്ലാത്ത ഒരു വിഷമം തോന്നി. കാരണം ഭർത്താവായി എന്നെ കൂടെ ഇരുത്തിയില്ല, അവനെയാണ് അവൾ അവിടെ ഇരുത്തിയിട്ടുള്ളത്. അവൻക്കത് കണ്ടപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി. എന്നാലും അവൾ പറഞ്ഞതിനനുസരിച്ച് അവിടെ തന്നെ അവനിരുന്നു. പിന്നെ ഡ്രൈവർ ഉണ്ടായതുകൊണ്ട് നല്ല സുഖമല്ലേ നിനക്കെല്ലാം. പിന്നെ മൂപ്പരോട് കൂടുതലും മിണ്ടാനും സംസാരിക്കാനൊന്നും പോകണ്ട കേട്ടോ. നേരെ പോയിക്കോ. മറ്റു വല്ലത് വീട്ടിൽ പോയി പറഞ്ഞു കൊടുക്കും. പിന്നെ എൻ്റെ ഭർത്താവ് പറഞ്ഞാലേ ആകെ സീനാവും. നീ ഭക്ഷണം കഴിച്ച് പോകാൻ നോക്ക്, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ. അവൻ അല്പസമയം കഴിഞ്ഞപ്പോൾ അവൻ പുറത്തേക്ക് ഇറങ്ങി. എന്നാൽ സലീം ചോദിച്ചു, അല്ല അതിപ്പോൾ എൻ്റെ ഫ്രണ്ടാണേ, എൻ്റെ ക്ലാസ്മേറ്റ് അല്ല, ഞങ്ങൾ സീനിയർ ആയിരുന്നു, ഫ്രണ്ടാണ്, നല്ലൊരു ഫ്രണ്ടാണ്. പിന്നെ കൂടുതലായിട്ട് ഫ്രണ്ട്സുകളോടൊന്നും അങ്ങനെ ഇടപഴകരുത് കേട്ടോ. ഒന്നിനും മടിക്കൂല, അവരിപ്പോഴത്തെ കാലാണ്. സലീം, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഏതായാലും നിങ്ങളെപ്പോലത്തെ മണ്ടൻ്റെ കൂടെ നടക്കുന്നേക്കാൾ നല്ലത് അവനെപ്പോലുള്ള ചുള്ളൻ ചെക്കന്മാർ തന്നെയാണ്. എന്നാൽ സലീം പറഞ്ഞു, നീ എന്നെ ഒരുപാടായി ഇങ്ങനെ വേദനിപ്പിക്കുന്നു ഷംന. ഞാൻ 4 ദിവസത്തിനുള്ളിൽ പോകും. എനിക്കിനിയും കഴിയില്ല നിൻ്റെ ഈ വേദന ഏറിയ വാക്കുകൾ. ദയവായി നിനക്കെന്ത് എല്ലാം ഞാൻ ചെയ്തു തരുന്നുണ്ടല്ലോ. എൻ്റെ രൂപം അതിപ്പോൾ ഇത്ര മാത്രം മോശമായതാണോ നിനക്ക്? അത് തടിക്കൂല പെണ്ണെ, എൻ്റെ പെട്ടെന്ന് മെലിയുന്ന പ്രകൃതം തന്നെയാണ്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ നടന്നാണ് അങ്ങോട്ട്. അങ്ങനെ അവർ വീട്ടിലെത്തി. എന്നാൽ അന്ന് ഷംനയെ സ്നേഹത്തോടെ സലീം വിളിച്ചു. ഷംന,
എന്നോട് മിണ്ടണ്ട, എനിക്ക് ആവൂല നിങ്ങളുടെ കൂടെയുള്ള ജീവിതം, എനിക്ക് മടുത്തു, പുറത്തിറങ്ങി എല്ലാവരും എന്നെ കളിയാക്കാണ്. അങ്ങനെ അത് 2 ദിവസം കൂടി കഴിഞ്ഞു. സലീമിന് ഒത്തിരി ഇഷ്ടമായിരുന്നു അവളെ. ഷംന മോളെ, ഇക്ക ഇനി വരുമ്പോഴേക്ക് നല്ലോണം തടിച്ച് സുന്ദരനായി വരും കേട്ടോ. എന്തായാലും ആളിങ്ങനല്ലേ, സുന്ദരനായി കഴിഞ്ഞാൽ ആളിങ്ങളെ തന്നെയല്ലേ. എന്നാൽ അവൻ്റെ മുഖത്ത് നിരാശ പടർന്നു. തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി കുറച്ച് നന്നാവണം, കുറച്ച് പ്രോട്ടീൻ ഫുഡുകളും ഒക്കെ കഴിക്കണം എന്നൊക്കെ അവൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവൻ ഗൾഫിലേക്ക് പോകുന്നു. എന്നാൽ ഷംന കാര്യമായിട്ട് ഒന്നും കരയുകയൊന്നും ചെയ്യുന്നില്ല. എന്നാൽ സലീമിനാണെങ്കിൽ ഷംനയെ വിട്ടു പോകുന്ന സങ്കടം നല്ല രീതിയിലുണ്ട്. മോളെ ഷംന, പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അവളുടെ നെറ്റിയിലൊരു ചുംബനം നൽകുവാൻ നിന്നപ്പോഴേക്കും അവൾ തട്ടിമാറ്റി, വിട്ടു നിൽക്ക്, എനിക്കിഷ്ടമല്ല, എന്നെപ്പോൾ ചുംബിക്കാൻ വന്നിരിക്കുന്നു. എന്നാൽ മോളെ ഷംന, നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് മോളെ നീ അങ്ങനെയൊന്നും പോട്ടെ മോളെ. അവൾ മൗനം പാലിച്ചു. അവൾ റൂമിൽ തന്നെ ഇരുന്നു. ഉമ്മയെയും പെങ്ങന്മാരെയും ബാപ്പയെയും കെട്ടിപ്പിടിച്ചവൻ കരഞ്ഞു. ഉമ്മ പോയിട്ട് വരട്ടെ. പെങ്ങന്മാരും കരഞ്ഞു, ബാപ്പ പോയിട്ട് വരട്ടെ. അങ്ങനെ അവൻ ദുബായിലേക്ക് പറന്നകന്നു. എന്നാൽ ആ ദിവസം തന്നെ അവൾ അവളുടെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം എടുത്തു ഷംന പെട്ടിയിലാക്കി. ഉമ്മയോടും ബാപ്പയോടും പറയുകയാണ്, ഉമ്മ ഞാൻ പോവാണ്, സലീമിക്കില്ലാതെ ഇപ്പോൾ ഇവിടെ നിന്നിട്ടെന്താ, ഞാൻ പോവാണ്. മോളെ, ഓൻ പോയി വിവരം അറിഞ്ഞിട്ട് നിനക്ക് പോയാൽ പോരെ മോളെ. ആ പിതാവും മാതാവും അത് പറഞ്ഞപ്പോൾ ശരിക്കും അവൾ പറഞ്ഞു, എന്തപ്പം ഇനി ഇവിടെ നിങ്ങളൊക്കെ ഇല്ലേ, ഞാൻ പോട്ടെ, ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ. ഇത്രയധികം ഡ്രസ്സും കാര്യങ്ങളൊക്കെ എന്തിനായിരിക്കും എടുക്കുന്നതെന്ന് വരെ അവർ വിചാരിച്ചു. കാരണം മുഴുവനും പെറുക്കി കൊണ്ടുപോവുകയാണ്. ഇനിയും മോളെ നിനക്ക് വരാനുള്ളതല്ലേ എന്ന് പറഞ്ഞു. വന്നെങ്കിൽ കാണാം. അതും പറഞ്ഞ് അവൾ ഒരു ഓട്ടോ വിളിച്ചുകൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോയി. എന്നാൽ 3.5 മണിക്കൂറിന് ശേഷം സലീം അവിടെ എത്തി വിളിക്കുന്നു. അവളുടെ ഫോണിലേക്കാണ് ആദ്യം വിളിച്ചത്. പക്ഷേ അവൾ ഫോൺ കട്ട് ചെയ്തു. നേരെ ഉപ്പയുടെ ഫോണിലേക്ക് വിളിച്ചു. ഹലോ ഉപ്പ, അസ്സലാമു അലൈക്കും. മോനെ. ഉപ്പ, ഞാൻ ഇവിടെ എത്തിയിട്ടോ. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ്. മോനെ, യാത്രയൊക്കെ സുഖമായിരുന്നല്ലോ, ഉമ്മാൻ്റെ അടുത്ത് നിന്ന് കൊടുക്കാം മോനെ. അവിടെ എത്തിയോ മോനെ? ഉമ്മ അൽഹംദുലില്ലാ റാഹത്തായി എത്തി, ഒരു കുഴപ്പമില്ല കേട്ടോ. എന്തുമ്മ, അവൾ ഷംനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ മോനെ. അവൾ പോയടാ. പോവേ ഇത്ര പെട്ടെന്നോ? അതെ, ഓളൊരു ഓട്ടോയും വിളിച്ചങ്ങോട്ട് പോയി. നമ്മൾ പറഞ്ഞു വിവരം എന്നിട്ട് പോയാൽ പോരെ, ഇനിയിപ്പോൾ എന്തിനാ ഞാൻ ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞ് അവൾ പോയടാ. സത്യം പറഞ്ഞാൽ അവനത് വല്ലാത്ത വിഷമായി. എൻ്റെ ഷംന, എന്നെപ്പോൾ നീ പറ്റ വെറുത്തു അല്ലേ. എന്നാൽ അതിനിടയിൽ അവൻ പലതവണ വിളിച്ചിട്ടും അവൾ ഫോൺ എടുത്തില്ല. വല്ലാത്ത വിഷമമായി. എന്നാൽ അതിനിടയ്ക്ക് ഒരു വാർത്ത കേട്ടു. അതെ, ഷംനിയെ കാണുന്നില്ല എന്നുള്ളത്. അവൾ പലപ്പോഴായി അവൻ്റെ കൂടെ കറങ്ങാൻ പോയി. പല ദിവസങ്ങൾ ലേറ്റായി തിരിച്ചു വരും. ഒരു ദിവസം അവൾ അവളുടെ മാതാപിതാക്കളോട് പറഞ്ഞു, എനിക്ക് സലീമിനോടുള്ള ബന്ധം ഇഷ്ടമല്ല, എനിക്ക് എൻ്റെ ഫ്രണ്ട് ഇർഫാനുമായി എനിക്ക് വിവാഹം കഴിച്ചാൽ മതി, അല്ലാതെ എനിക്ക് സലീമിനെ വേണ്ട, ഞാനും അവനും തീരെ മേച്ചില്ല. എന്താ മോളെ നീ പറയുന്നത്? വേണ്ട, ഓല് കുറേ മക്കൾ 5 വർഷമായിട്ടില്ല, ഒരുപാട് ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് അവിടെയും ഇവിടെ ജീവിച്ചിട്ട് എന്താ, എനിക്ക് അവനെ വേണ്ട, വേഗം ഡൈവേഴ്സ് ചെയ്യണം. അവളുടെ തീരുമാനം ഉറച്ചതായിരുന്നു. എന്നാൽ അതിനിടയിൽ ആ വാർത്ത അവനറിഞ്ഞു. അവൻ വിങ്ങിപ്പൊട്ടിക്കരഞ്ഞു, വല്ലാതെ വിതുമ്പിപ്പോയി. പഠിച്ചോനെ, എന്തിനാ ഷംന മോളെ നീ എന്നെ വിട്ടു പോയത്? ഞാൻ നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ. അങ്ങനെ ആ ബന്ധം അവർ ഒഴിവാക്കി. അതിനിടയിൽ ഇർഫാനുമായി അവൾ ബന്ധം പുലർത്തുകയും അവനെ വിവാഹം കഴിക്കുകയും ചെയ്തു. 2 പേരും നല്ല ജോഡികൾ, നല്ല ഫോട്ടോക്കും നല്ല സെൽഫിക്കും സ്റ്റോറി ഇടാനും സ്റ്റാറ്റസ് ഇടാനും പറ്റിയ 2 മുഖങ്ങൾ. അവൾ പറഞ്ഞു, എൻ്റെ ഇർഫാൻ, നീയായിരുന്നു എനിക്ക് മികച്ചത്. പിന്നെ നീ എന്നെ ആദ്യമേ എന്നെ കണ്ടുകൂടായിരുന്നോ നിനക്ക്? എടിവെണ്ണേ, ഞാൻ പിന്നെയല്ല നിന്നെ കണ്ടത്, നീ സുന്ദരിയാണ് കേട്ടോ. അവർ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു. എന്നാൽ നമ്മുടെ സലീം ആകെ വിഷമിച്ചു. ഉമ്മയും ഉപ്പയും വിളിച്ചു, പൊന്നു മോനെ, ഇങ്ങോട്ട് വാ, നമുക്കിവിടെ വേറൊരു കല്യാണമൊക്കെ കഴിക്കാം. അല്ലാതെ അവളുടെ ആ ഒരു സ്വഭാവം കാട്ടിക്കൂട്ടിലും ആകെ ഇടങ്ങാറായിരുന്നില്ല എൻ്റെ കുട്ടി. മോന് വാ. ഉമ്മ, അതെ, സങ്കടത്തോടു കൂടിയാണ് അവൻ അന്ന് ഫ്ലൈറ്റ് ഇറങ്ങിയത് നാട്ടിൽ. വൈകാതെ തന്നെ അവനൊരു പെണ്ണ് കണ്ടുപിടിക്കുകയും ചെയ്തു. അതെ, അവൻക്കനുസരിച്ച് പാവം ഒരു പെൺകുട്ടി, ഒരു സുന്ദരി പെൺകുട്ടി, ചെറിയൊരു പെൺകുട്ടി, മറ്റവളെപ്പോലെ ഒരുപാട് തടിയും വലുപ്പവും
സൗന്ദര്യവും കൂടുതലില്ല, ഓവറില്ല, പാകത്തിന് സൗന്ദര്യമുള്ള ചെറിയൊരു പെൺകുട്ടി. സലീമിന് ഉപ്പ കണ്ടെത്തി കൊടുത്ത കുട്ടി. സലീമിന് ഒത്തിരി സന്തോഷമായി. അതെ, ഷംനയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വല്ലാത്ത വിഷമമുണ്ട്. എന്നാലും ഷംന, നീ പോയില്ലേ? എന്നാലും പുതിയ പെണ്ണ് ഫാത്തിമ നല്ല സ്വഭാവമുള്ളവളായിരുന്നു. ഉമ്മയും ഉപ്പയും പെങ്ങന്മാരോടൊക്കെ നല്ല സ്വഭാവത്തിൽ അവരോടൊക്കെ പെരുമാറുന്നു. അതുപോലെ സലീമിനോടും സലീംക്ക എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയായിരുന്നു. അതിനിടയിൽ അതാ സലീമിൻ്റെ ഭാര്യ ഗർഭിണിയാവുകയും ചെയ്തു. ശരിക്കും അത്ഭുതപ്പെടുത്തി എല്ലാവരെയും. മാഷാ അല്ലാ, 1 മാസമായപ്പോഴേക്കും ഡേറ്റ് തെറ്റി ഫാത്തിമ ഗർഭിണിയായല്ലോ. എന്നാൽ ഈ ഒരു വാർത്ത അതാ ഷംന അറിയുന്നു. ഭർത്താവിന് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞതാണ്, ദാ ഇപ്പം ഉണ്ടായിക്കണേ. സത്യം പറഞ്ഞാലും അച്ഛൻ ഞാനായിരുന്നോ എന്ന് വരെ വിചാരിച്ചു. എന്നാലും അവൻ്റെ ഭാര്യ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ ശരിക്കും ദേഷ്യപ്പെട്ടു. അങ്ങനെയൊക്കെ ആയില്ലേ? അങ്ങനെ ഇത് എന്നാലും ഇപ്പോൾ ആ കോന്തൻ്റെ കൂടെയുള്ള ജീവിതമല്ലേ, എന്താണ് അവൻ്റെ ഒരു രൂപം? അവൾ സമാധാനിച്ചു. എന്നാൽ ഈ സമയം അതാ ഒരു ദിവസം പാതിരാത്രി നേരെ ലേറ്റായിട്ടാണ് ഇർഫാൻ വന്നത്. എവിടെയായിരുന്നു ഇർഫാൻ ഇത്രയും നേരം? അതൊരു പാർട്ടി ഉണ്ടായിരുന്നു. എന്ത് ഇർഫാൻ ഇങ്ങനെ ആടിക്കുഴഞ്ഞുകൊണ്ട്? ഇർഫാനെ എത്ര കാത്തു നിന്നു? അതെ, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പാർട്ടി ഉണ്ടായിരുന്നു എന്നും പറഞ്ഞ് അവനതാ ആ ബെഡിലേക്ക് വീണു. ഒരുപാടങ്ങ് ഛർദ്ദിച്ചു. അയ്യേ, ഇതെന്താ? നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ? നീ ഫ്രണ്ട്സുകൾ നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ ഒന്ന് കുടിച്ചു നോക്കിയതാ. അയ്യേ, ഇതൊക്കെ എങ്ങനെ? അവളാകെ വിഷമിച്ചു. വേഗം നന്നായിക്കത് എന്ന് പറഞ്ഞ് അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു. അവളന്ന് ഒരുപാട് കരഞ്ഞു. നേരം വെളുത്തപ്പോഴും അയാൾ ആ കിടത്തം തന്നെ. അതെ, തലയിലൂടെ ഒരു കുടം വെള്ളം കൊണ്ടുവന്ന് ഒഴുക്കും. ഞാൻ നിങ്ങളെ വിശ്വസിച്ച് പോന്നിട്ട് നീ എന്നെ സോറി സോറി. എൻ്റെ ഫ്രണ്ട്സുകളെ എന്നെ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാ, അല്ലാതൊന്നുമല്ല. എന്നാൽ അവൻ്റെ ആ ഒരു ക്ഷീണമെല്ലാം കഴിഞ്ഞപ്പോൾ അതെ, പിന്നെയുണ്ടല്ലോ എൻ്റെ ആദ്യ ഭർത്താവുണ്ടല്ലോ, അയാളുടെ ഭാര്യ ഗർഭിണിയാണത്രേ. അപ്പം നീയാണല്ലേടി മച്ചി, എടി മച്ചി, നിന്നെ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇർഫാനത അവളുടെ നേർക്ക് അവൻ്റെ കൈകൾ ചൂണ്ടിക്കൊണ്ട് പറയുന്നു. എടി മച്ചി, അപ്പം നീയായിരുന്നു മച്ചിയല്ലേ, നീ എന്നെ പറ്റിച്ചതാണല്ലേടി എന്ന് പറഞ്ഞ് അതാ അവളെ പൊതിരെ തല്ലുന്നു. ഇർഫാൻ, നീ എന്തീ പറയുന്നത്? ഒരിക്കൽ പോലും എന്ത് നീ പറയുന്നത്? എടീ, അപ്പം അങ്ങനെയൊക്കെയാണ്. എന്നാൽ അന്ന് പതിവ് പോലെ തന്നെ അന്ന് രാത്രിയും അവൻ കുടിച്ചിട്ടാണ് വന്നത്. ചുരുക്കി പറഞ്ഞാൽ അവളാകെ ഇടങ്ങാറായി, വല്ലാത്ത വിഷമായി അവൾക്ക്. വീട്ടിലൊന്നും പറഞ്ഞില്ല. കാര്യം വീട്ടുകാരോട് പറഞ്ഞിട്ട് തന്നെയാണ് ഇത് നടത്തിയത്. എനിക്ക് ഇവനെ തന്നെ മതി, ഇവൻ്റെ കൂടെ സെൽഫി എടുത്ത് എനിക്ക് ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ട് സ്റ്റോറി ഇട്ട് ജീവിച്ചാൽ മതി. കാണാനൊക്കെ മൊഞ്ചലാണ്, ലുക്കാണ്, പക്ഷെ സ്വഭാവം അത് വളരെ മോശമായി തുടങ്ങി ദിനം പ്രതി. അന്ന് രാത്രി 2 മണിയായപ്പോഴാണ് അവൻ വന്നത്. അവൻ്റെ ശരീരത്തിലാകെ ലിപ്സ്റ്റിക്കുകളൊക്കെ ആകെപ്പാടെ. സത്യം പറയണം, എവിടെയായിരുന്നു ഇതുവരെ? അത് എൻ്റെ ഒരു ഫ്രണ്ട് അവൻ്റെ ഒരു സുന്ദരിയായൊരു പെണ്ണിനെ എനിക്ക് കാണിച്ചു തന്നതാണ്. ശരിക്കും അവൾ സങ്കടം കൊണ്ട് കരഞ്ഞു പോയി. അത് എൻ്റെ ഭർത്താവ് കുടി മാത്രമല്ല, ഇപ്പോൾ സ്ത്രീകളുടെ അടുത്തേക്കും പോകുന്നുണ്ട് എന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായി. ഇനി ഇവനെ പിടിച്ചാൽ കിട്ടില്ല. തിരിച്ച് സലീമിൻ്റെ അടുത്തേക്ക് തന്നെ പോയാലോ? സലീമിൻ്റെ വിവാഹം കഴിഞ്ഞു, ഭാര്യ ഗർഭിണിയുമായി. ഇനി എന്ത് ചെയ്യും എനിക്കറിയുന്നില്ലല്ലോ. അവൾ വല്ലാതെ വിഷമിച്ചു. എന്നാൽ അവൾക്ക് മതിയായി. ആദ്യത്തെ ഭർത്താവിനെ നല്ല രീതിയിൽ മോശമാണ്, കാണാൻ രസമില്ല, അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കൂടെ നടത്താനോ ഇരിക്കാനോ ഒന്നിനും സമ്മതിച്ചില്ല. ഒന്നിനും. ഇപ്പോൾ ഇതാ സുന്ദരനായ ആളുടെ സ്വഭാവം ഇതാണ്. ഒരു നിമിഷം അവൾ ഓർത്തു, ഒരിക്കൽ പോലും നമ്മൾ പുറമേയുള്ള സൗന്ദര്യത്തെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, അകത്തുള്ള സൗന്ദര്യമാണ്. സലീം കാക്ക് അകത്തായിരുന്നു സൗന്ദര്യം. എന്നോട് ഒരുപാട് അദ്ദേഹം നല്ല രീതിയിൽ സ്നേഹത്തോടു കൂടി പെരുമാറിയിരുന്നു. ചുരുക്കി പറഞ്ഞാൽ അതാ ഷംന അവിടെ കഷ്ടപ്പെടുകയാണ്. അവൻ്റെ അടിയും ഇടിയും കൊണ്ട് അവിടെ തന്നെ കഴിയുന്നു. ഇടയ്ക്ക് മച്ചി എന്നുള്ള ആരോപണവും. അങ്ങനെ അതാ നമ്മുടെ സലീം ഗൾഫിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. പോകുമ്പോൾ ഒറ്റയ്ക്കല്ലായിരുന്നു പോയത്, ഗർഭിണിയായ തൻ്റെ ഭാര്യയും കൊണ്ടായിരുന്നു പോയത്. ഉമ്മയും ഉപ്പയും പെങ്ങന്മാരും പറഞ്ഞു, മോനെ സെലിയെ, അവൾ ഇവിടെ ഇട്ടിട്ട് പോയാലേ
ബുദ്ധിമുട്ടായിരിക്കും. ആ കുട്ടിക്ക് ബാപ്പയില്ലാത്ത കുട്ടിയാണ്, പാവപ്പെട്ട കുട്ടിയാണ്, കൊണ്ടാക്കാനും കൊണ്ടുവരാനും നമ്മൾ ആരും ഉണ്ടാവില്ല. മോന് പറ്റുന്നുണ്ടെങ്കിൽ അവളെ കൂടി കൊണ്ടേക്കോ. എന്നാൽ അത് കേട്ടപ്പോൾ അവൻ പറഞ്ഞു, ഉമ്മ, ഞങ്ങൾ ബാച്ചിലറേഴ്സ് 6 പേർ താമസിക്കുന്ന റൂമാണ്. പിന്നെ വേറെ റൂം എടുക്കാതൊക്കെ വെച്ചാൽ അവൾ എടുക്കുകയാണെങ്കിൽ ഒരുപാട് ക്യാഷ് വരും ഉമ്മ. നാട്ടിലേക്ക് അയക്കലും അവിടെ റൂമിൽ കൊടുക്കലും ഫുഡിൻ്റെയൊക്കെ ആയി വരുമ്പോൾ ഒരുപാട് ക്യാഷ് എൻ്റെ സാലറി തികയാതെ വരും ഉമ്മ. അതുകൊണ്ട് ഇൻഷാ അല്ലാ ഞാൻ ശ്രമിക്കാം. മോനെ, എൻ്റെ കുട്ടിക്ക് വിഷമമായോ? ഉമ്മ ചോദിച്ചത് ഒന്നും ഉണ്ടായിട്ടല്ല, ഞാൻ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കട്ടെ എന്ന് വിചാരിച്ചാണ്. എന്നാൽ അതാ അവൻ തിരിച്ചു പോവുകയാണ്, വളരെയധികം സങ്കടത്തോടെ വിഷമത്തോടെ. ഉമ്മ പറഞ്ഞ കാര്യം മനസ്സിലുണ്ട്. റബ്ബേ പഠിച്ചോനെ, എനിക്ക് അവളെ ഗൾഫിലേക്ക് കൊണ്ടുപോകാനുള്ള ഭാഗ്യം നൽകണം റഹ്മാനെ. എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ഒക്കെ ആവശ്യം അത് തന്നെയാണ്. പാവപ്പെട്ട മോളുമാണ്, ബാപ്പയില്ലാത്ത എത്തിയും കുട്ടിയാണ് അവൾ. അതുകൊണ്ട് തന്നെ അങ്ങനെ അതാ സലീം ഗൾഫിലേക്ക് പറന്നു വിതുമ്പുന്ന മനസ്സോടെ. പോകുന്നതിന് മുമ്പായിട്ട് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ അരികിലേക്ക് ചെന്നു. മോളെ ഫാത്തിമ, ഇക്ക നിങ്ങൾ പോവുകയാണോ? അതെ അതെ, ഒന്നുമില്ല, എൻ്റെ ഇക്ക പോയി നല്ല രീതിയിൽ തിരിച്ചു വരും കേട്ടോ, ഇൻഷാ അല്ലാ. അപ്പോഴേക്കും നമ്മളുടെ കുഞ്ഞ് ഇൻഷാ അല്ലാ. ആയിക്കോട്ടെ. അതെ, കഴിഞ്ഞ പ്രാവശ്യം തൻ്റെ ഭർത്താവിൻ്റെ ചുംബനം ഏൽക്കുവാൻ പോലും താല്പര്യമില്ലാത്ത പെണ്ണായിരുന്നു അവൾ, ഷംന. പക്ഷേ ഇപ്പോഴാണെങ്കിൽ ഫാത്തിമ തന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്നു, തന്നെ നെഞ്ചിൽ കിടന്ന് കരയുന്നു. അവൻ ഒരുപാട് സന്തോഷമായി. അങ്ങനെ അതാ അവൻ ഗൾഫിലേക്ക് പോയി. എല്ലാവർക്കും ഒത്തിരി സങ്കടം. എന്നാൽ ഈ സമയം ഗൾഫിലെത്തിയ അവന് തൻ്റെ പ്രിയപ്പെട്ട ഫാത്തിമയെ മനസ്സിലോർത്തു. എത്രമാത്രം സ്നേഹമുള്ള പെൺകുട്ടിയാണ്, അള്ളാഹു എനിക്ക് കനിഞ്ഞു നൽകിയ പെൺകുട്ടിയാണ് ഫാത്തിമ. അവൻ ഒരു നിമിഷം വിചാരിച്ചു, റബ്ബേ, ഷംനയിൽ എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നെങ്കിൽ ആകെ പെട്ടേനെ, കുട്ടിയും അനാഥമാകും, അവൾക്ക് എന്നെ ഇഷ്ടമില്ല. ഏതായാലും അള്ളാഹുവേ, നിൻ്റെ വിധി വളരെയധികം നല്ലൊരു വിധി തന്നെയാണ്. അവൻ ഒരുപാട് സന്തോഷിച്ചു. അവർ തമ്മിൽ വീഡിയോ കോൾ ചെയ്തു. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ കോളിന് വേണ്ടി അവൻ കാത്തിരുന്നു. എന്നാൽ അതാ ഒരു ദിവസം കൂട്ടുകാരെല്ലാവരും കൂടി ഓടി റൂമിലേക്ക് വരുന്നു. അവനൊരു നിമിഷം, എന്താടാ എന്താ? അതെ, നീ ബിഗ് ടിക്കറ്റ് എടുത്തിരുന്നില്ലേ? നമ്മളെല്ലാവരും അത്യാവശ്യം പൈസ കൊടുത്ത് എടുത്തതായിരുന്നു. അതിൽ നിനക്ക് 64 കോടി രൂപ അടിച്ചിരിക്കുന്നു, ഫസ്റ്റ് പ്രൈസ്. അത് കേട്ടപ്പോൾ ശരിക്കും അവൻ ഞെട്ടിപ്പോയി. എന്താടാ പറയുന്നത്? അതെ, സത്യമായിട്ടോടാ. അവരെല്ലാവരും അവനെ വാരി പുണർന്നു, കെട്ടിപ്പിടിച്ചു. വീട്ടിലേക്ക് വിവരങ്ങൾ അറിയിച്ചു. ഉമ്മ, അതെ, ഇവിടുത്തെ നറുക്കെടുപ്പിൽ എനിക്ക് ബിഗ് ടിക്കറ്റിൻ്റെ വലിയ തുക 64 കോടി അടിച്ചിരിക്കുന്നു. മോനെ, സത്യമാണോ? അതെ, സത്യമായിട്ടും ഉമ്മ. അത് വീട്ടിലെല്ലാവർക്കും പങ്കുവെച്ചു. ആ നിമിഷം തന്നെ അവൻ അതാ നാട്ടിലെത്തി. തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെയും തൻ്റെ ഭാര്യയെയും ഉപ്പയെയും പെങ്ങന്മാരെയൊക്കെ ഉംറയ്ക്ക് കൊണ്ടുപോകണം എന്നൊക്കെ അവൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് നിറവേറ്റുവാൻ വേണ്ടി അവൻ വന്നു. അത്രക്കും വലിയ കോടീശ്വരനായ അവൻ നിമിഷങ്ങൾ കൊണ്ടാണ് 64 കോടി ആയത്. അത് വലിയ വീടായാലും ഫ്ലാറ്റായാലും അവൻക്ക് വലിയ വാഹനമായാലും എന്തൊക്കെ തന്നെയായാലും അവർക്ക് ഗൾഫിൽ ജീവിക്കാനുള്ള ഫുള്ള് സെറ്റപ്പ് കാര്യങ്ങൾ അതൊക്കെ തയ്യാറാക്കാനും ആ ക്യാഷ് ഉണ്ടായിരുന്നു. എന്നാൽ 64 കോടി അടിച്ച വിവരം അതാ ഷംന അറിയുന്നു. അവനോ? ആ നത്തോലി പോലുള്ള എൻ്റെ ആദ്യ ഭർത്താവിനോ 64 കോടി അടിച്ചത്? ഭർത്താവ് ഇർഫാൻ്റെ ആ ഒരു ചിത്രം പത്രത്തിൽ കണ്ട ആ ഒരു വാർത്തയും അതും കേട്ട് അവൾ ശരിക്കും ഞെട്ടി. എടീ, ഇത് നിൻ്റെ ഭർത്താവായിരുന്നില്ലേ? നീ എന്നോട് ഡ്രൈവർ എന്നാണല്ലോ പറഞ്ഞത്. ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി. എടി, നിൻ്റെ വീട്ടിലെ ഡ്രൈവറായിരുന്നു ഇയാൾക്ക് 64 കോടിയാണ് അടിച്ചത്. എന്തൊരു ഭാഗ്യവാനടി. ശരിക്കും അവൾ കരഞ്ഞു പോയി. എന്താ നീ കരയുന്നത്? അത് എൻ്റെ ഭർത്താവായിരുന്നു. ഓഹോ, ഇപ്പോൾ ഭർത്താവായിരുന്നില്ലേ? എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു ഒരു സംശയം. പക്ഷെ നീ തന്നെ പറയട്ടെ വിചാരിച്ചിട്ടാണ്. അവനിപ്പോൾ കോടീശ്വരനായി. ഞാനാണെങ്കിൽ ഇവിടെ ഈ ഒരു കൂലിപ്പണിയും ചെയ്ത് ഈ ഒരു വാടക വീട്ടിൽ ഇങ്ങനെ കഴിയുന്നു. വല്ലാത്തൊരു കഷ്ടം. എന്നാൽ ഒരു നിമിഷം അവൾ പറഞ്ഞു ഇർഫാനോട്, ഇർഫാൻ, ഞാൻ പോകുന്നു എൻ്റെ വീട്ടിലേക്ക്. എന്തിന്? അതെ, എനിക്ക് ഇർഫാൻ്റെ കൂടെയുള്ള ജീവിതം അടുത്തു. ഓഹോ, അങ്ങനെ. എന്തിന്? ഇർഫാന് പെണ്ണ് പിടിക്കലും കള്ള് കുടിക്കലൊക്കെ ആയിട്ട്. ആഹാ, അങ്ങനെ അങ്ങ് പോയാലോ എന്ന് പറഞ്ഞ് അതാ അവളുടെ നേർക്ക് ഇർഫാൻ അവൻ്റെ കൈയൊങ്ങി.
അതെ, നിന്നെപ്പോലുള്ള പെൺകുട്ടികൾക്ക് ഇതൊരു പാഠമാണ്, കണ്ടില്ലേ? ആദ്യത്തെ ഭർത്താവിനെ നീ ഉപേക്ഷിച്ച് വന്നു. ഇപ്പോൾ അവൻ രക്ഷപ്പെട്ടു, അവൻ കോടീശ്വരനായി. നീ ഇവിടെ നിൽക്ക് തൽക്കാലം, ഇവിടെ നിന്ന് ഞാൻ വിട്ടിട്ട് വേണ്ടേ മോളെ? ഇർഫാൻ അവളെ അകത്തേക്കാക്കി. അതെ, ഇനിയുള്ള ജീവിതം നിൻ്റെ ഇതാണ്. ഇനി ഒരിക്കലും കോടീശ്വരൻ്റെ കൂടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ വിട്ടിട്ട് വേണ്ടേ? നീ അങ്ങോട്ട് പോയിരിക്കും, അവരവിടെ ജീവിക്കട്ടെ, അയാളുടെ ഭാര്യയും കുഞ്ഞും പെങ്ങന്മാരും ഉമ്മയൊക്കെ. നിനക്ക് അഹങ്കാരത്തിനുള്ള ശിക്ഷയാണിപ്പോൾ ലഭിച്ചത്. എന്നാൽ ഈ സമയം അതാ 64 കോടി കിട്ടിയ സന്തോഷത്തിൽ അവൻ പാവങ്ങൾക്കെല്ലാം ഒരുപാട് ക്യാഷ് വിതരണം ചെയ്യുന്ന പ്ലാനിങ്ങിലൊക്കെയായി. എല്ലാം കൊണ്ടും അതാ നമ്മുടെ സലീം കോടീശ്വരനായി മാറി. എന്നാൽ വീടിൻ്റെ മുറ്റത്ത് അടിച്ചു വാരിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയം ഷംനയുടെ ആ കൊച്ചുകുടിലിൻ്റെ മുമ്പിലൂടെ റോൾസ് റോയ്സ് കാറുമായി സലീമും ഭാര്യയും പോകുന്നു. ഭാര്യ ഗർഭിണിയാണ്. പാവങ്ങളുടെ വീട്ടിലേക്കെല്ലാം കിറ്റും ക്യാഷും കൊടുക്കുകയായിരുന്നു അവൻ ചെയ്തത്. ഒരു നിമിഷം അതാ മുറ്റത്തെ ആ ഒരു കൊച്ചുകുടിലിൽ അവിടെ ഇരുന്നു കൊണ്ട് ക്ലീൻ ചെയ്യുന്ന ഷംനയെ കണ്ട അവൻ ഒന്ന് ഞെട്ടി. ഷംന, ഇക്ക എന്നോട് പൊറുക്കണം. എൻ്റെ ഭർത്താവാണെന്ന് പറയാൻ പോലും എനിക്ക് മടിയായിരുന്നു. എനിക്ക് പൊറുക്കണം. പെട്ടെന്ന് തന്നെ ഇർഫാൻ അങ്ങോട്ട് ഇറങ്ങി വന്നു. എന്താടി? ആ, പോയിക്കോളൂ. ഇതെന്താ കിറ്റും ക്യാഷും? ഇതാ നിനക്കുള്ള കിറ്റും ക്യാഷും നിൻ്റെ ആദ്യ ഭർത്താവ് കൊണ്ടുവന്നിരിക്കുന്നു. ഇനി ഇതും വെച്ച് ഇവിടെ ജീവിക്കാം, മനസ്സിലായില്ലേ? പാവങ്ങൾക്കെല്ലാം അവൻ കൊടുക്കുകയാണ്. നല്ല മനുഷ്യനാണ് സലീം. എനിക്കവൻ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അവൻ്റെ നല്ല ജീവിതം നയിക്കട്ടെ. ഇനി നീ കുറച്ച് ഇങ്ങനെയുള്ള ജീവിതം നയിക്ക്. ഒരിക്കൽ പോലും നിന്നെ വീട്ടിലേക്ക് ഞാൻ പറഞ്ഞേക്കൂല. കാര്യം നീ ഇനിയും ഒരുപാട് ആണുങ്ങളുടെ ഭാവി അവരുടെ മനസ്സ് വേദനിപ്പിക്കും, ഭാവി തകർക്കും. അതുകൊണ്ട് നീ ഇവിടെ തന്നെ കഴിയേ. ശരിക്കും ഇർഫാൻ്റെ ആ വാക്കുകൾ കേട്ട് അവൾ അവിടെ ഒതുങ്ങി നിന്നു. എന്നാൽ ഈ സമയം അതാ സലീമും ഭാര്യയും ഉമ്മയും പെങ്ങന്മാരും എല്ലാവരും കൂടി ഗൾഫിലേക്ക് പോകുവാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. ശരിക്കും ഒരു നിമിഷം ഉമ്മ പറഞ്ഞ ആ ആഗ്രഹം, മോനെ അവളെയും കൂടി കൊണ്ടുപോയിക്കോ, അവൾ ഒറ്റക്കാവില്ലേ? ആ ആഗ്രഹത്തിന് പുറത്ത് ഇന്നതാ എല്ലാവരും ഗൾഫിലേക്ക് പറക്കുകയാണ്. അവിടെ അവർക്ക് സ്വന്തമായൊരു വീടുമുണ്ട്. സൗന്ദര്യമില്ലാത്തതിൻ്റെ പേരിൽ, ലുക്കില്ലാത്തതിൻ്റെ പേരിൽ ഒഴിവാക്കിയ ഭർത്താവ് ഇന്ന് വളരെയധികം ലുക്കോടുകൂടി സൗന്ദര്യത്തോടു കൂടി നല്ല രീതിയിൽ എത്തിക്കഴിഞ്ഞു, കോടീശ്വരനായി കഴിഞ്ഞു. എന്നാൽ അവനെ കളിയാക്കി ഒഴിവാക്കിയ ഷംനയാകട്ടെ കൊച്ചുകുടിലിൽ വാടകയും കൊടുത്ത് പാവപ്പെട്ട് പെണ്ണായി ജീവിക്കുന്നു. അഹങ്കാരത്തിൻ്റെ ഫലമാണ് അവൾക്ക് ലഭിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇതൊരു സ്റ്റോറിയാക്കി ഞാൻ അവതരിപ്പിച്ചു. പക്ഷേ ഇത് ഇന്ന് നടന്ന സംഭവം തന്നെയാണ്. ആദ്യ ഭാര്യ ഒഴിവാക്കിപ്പോയി, ലുക്കില്ലാത്തതിൻ്റെ പേരിൽ, ഫ്രീക്കനല്ലാത്തതിൻ്റെ പേരിൽ, പണമില്ലാത്തതിൻ്റെ പേരിൽ. എന്നാൽ പാവപ്പെട്ട അവൻക്ക് 64 കോടി ബിഗ് ബമ്പർ അടിച്ചു കഴിഞ്ഞു. അവൻ സുഖസുന്ദരമായി ജീവിക്കുന്നു, ഭാര്യയോടും കുടുംബത്തോടുമൊപ്പം. ഇതെല്ലാം പടച്ച റബ്ബിൻ്റെ കളികളാണ്. തികച്ചും നടന്ന സംഭവമാണ് ഇത്. ഇതിൽ നിന്ന് നമുക്കൊരു പാഠമുണ്ട്. സൗന്ദര്യമുണ്ട് എന്ന് കരുതിയിട്ടോ പണമുണ്ടെന്ന് കരുതിയിട്ടോ ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല. നമ്മുടെ ഭർത്താവ് എത്രയൊക്കെ തന്നെ ഭംഗിയില്ലാത്തവനാണെങ്കിലും, കാണാൻ ലുക്കില്ലാത്തവനാണെങ്കിലും, ഫ്രീക്കനല്ലെങ്കിലും, എന്തൊക്കെ തന്നെയാണെങ്കിലും നമ്മളെ സംരക്ഷിക്കുന്നത് അദ്ദേഹമാണ്. ഒരുപാട് സ്നേഹം കൊണ്ട് നമ്മളെ മൂടുകയല്ല, പകരം അവർക്ക് മനസ്സിൽ ഒരു സ്നേഹമുണ്ടാവും നമ്മോട്. നമ്മുടെ ബലം അവരുടെ കൈകളിലായിരിക്കും. പക്ഷെ അതെല്ലാം ഉപേക്ഷിച്ച് തട്ടിത്തെറിപ്പിച്ച് പോന്നാൽ ഷംനയുടെ അവസ്ഥ തന്നെയായിരിക്കും എല്ലാവർക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു കമൻറ്റ് തരണേ, ഒരു ലൈക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലുള്ള നല്ല ന്യൂസുകളെ കിട്ടുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് കഥയുടെ രൂപത്തിൽ അവതരിപ്പിക്കാം.